ആലുവയിലെ വീട്ടിൽ നിന്ന് പ്രവർത്തകർ മടങ്ങുന്നു. എന്തുകൊണ്ട്? എന്താണ് ആ സാഹചര്യം? പ്രാധാന്യമുണ്ടോ? എന്താണ് എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വീട്ടിൽ പോയി കളം പറഞ്ഞു. അതിനാണ് ഇപ്പം ഇങ്ങനെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ ചോദ്യം. വീട്ടിൽ പോയി കളം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും തീരുമാനമായിട്ടുള്ള, ഇന്നും വെളുത്തതും കറുത്തതായിട്ടുള്ള പുകയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കുടുംബത്ത് പോയിക്കോളൂ, നമുക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് മുഖ്യമന്ത്രിയെ തെരഞ്ഞു പിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഹാസ്യമാക്കുകയാണ് കോൺഗ്രസ്സുകാരെ ഇവർ. നോക്കൂ, വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാര് അപമാനിതരായിട്ട് നടക്കുന്ന ഒരു ഗതികേടപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപമാനിതരായി നടക്കപ്പെടുക. ഈ ഇലക്ഷൻ നമ്മൾ ജയിപ്പിച്ച അവർ അധികാരത്തിന് വേണ്ടിയിട്ട് വടം വലിക്കുന്നത് കണ്ട്, അധികാരത്തിന് വേണ്ടി തല്ലുകൂടുന്നത് കണ്ടു, ഒരു അധികാരത്തിന് അപ്പകഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് കണ്ട്, തെരുവ് നായ്ക്കളെ പോലെ കടിപിടി കൂടുന്നത് കണ്ടിട്ട് അപമാനിതരാവുകയാണ്. ഇവർക്ക് കേരളം ഭരിക്കുവാനോ കേരളം നേരാക്കുവാനോ കേരളത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനൊന്നും ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ നിയമസഭ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ഫയലുകളും മുടങ്ങിക്കിടക്കുകയാണ്, നീങ്ങാതെ കിടക്കുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലം പ്രഖ്യാപിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അധ്യാപകർക്ക് ക്ലാസുകൾ നടത്തേണ്ട സമയം വന്നിരിക്കുന്നു. ഇതൊന്നും നടന്നിട്ടില്ല. ഇതിനുള്ള പേപ്പർ വർക്കൊന്നും നടന്നിട്ടില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുകയാണ്, ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണല്ലോ, ഇപ്പോ അവര് അധികാരത്തിൽ കയറുന്നവരെ ഒരു മുഖ്യമന്ത്രി പദം ഉണ്ടല്ലോ, ഒരു വാടക മുഖ്യമന്ത്രി പദം ഉണ്ടല്ലോ, അതില് അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റൂലേ? വേറെ പണിയുണ്ട് പിണറായി വിജയനെ, വേറെ പണിയുണ്ട്. നിങ്ങളെ പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് ചെങ്ങാതി ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വാടക വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ പിച്ചറാട്ടം കളിക്കൊന്നും സമയമില്ല എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. കഴിയുന്നില്ല സുഹൃത്തുക്കളെ. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ചില ഇമോഷനുകളുണ്ട്. അത് കണ്ടില്ലെങ്കിൽ മോശമല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. അതിലത്തെ ഒന്ന് ഭയങ്കര രസകരമായൊരു സംഗതിയാണ്. അത് എവിടെ? അത് ഇതാ ഓൺ ചെയ്തു ഒരു സുഹൃത്തെ. കോൺഗ്രസ് ജനങ്ങളെ ചതിക്കുവാണെന്നാണ് പറഞ്ഞത്. ഞാനൊക്കെ രാത്രിയിൽ അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലൂല്ലേ? അതെ, അവർക്ക് ഇത്ര സീറ്റ് കിട്ടിയില്ലേ? സീറ്റ് കിട്ടിയപ്പോ അവരുടെ അധികാരത്തിന് വേണ്ടി തല്ലി പിടിക്കുക. അതെ, ഞാൻ മുഖ്യമന്ത്രി ഞാൻ ഒരാളേ ഉള്ളൂ. ലാസ എന്നാന്നറിയോ? ആ പിണറായിനെ കൊണ്ടുവന്ന് ആ മുഖ്യമന്ത്രി ആക്കിയാൽ മതി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് പറയുന്ന നാട്ടുകാരാണ്, ഏതെങ്കിലും നേതാക്കന്മാരല്ല. അല്ലെന്നേ, നമ്മുടെ സർവ്വസാധാരണ തൊഴിലാളികൾ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണ തൊഴിൽ എന്നൊക്കെ പല ആൾക്കാരൊക്കെ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നമ്മുടെ നാടിന്റെ സ്പന്ദനം അറിയുന്ന ആൾക്കാർ അവരാണ്. പണ്ടൊക്കെ കച്ചവടക്കാരെയും നമ്മുടെ ചായക്കടക്കാരൊക്കെ നമുക്കറിയാം നാടിന്റെ സ്പന്ദനം അറിയുന്ന ആൾക്കാരെന്നൊക്കെ പറയാം. ഇപ്പൊ അതല്ല, ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് നാടിന്റെ സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് അവര്. കാരണം നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുന്ന ആളുകളാണ്. അപാലവൃദ്ധം ജനങ്ങളും സഞ്ചരിക്കുന്ന സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോറിക്ഷ, അല്ലേ? അപാലവൃദ്ധം ജനങ്ങൾ അതിൽ സഞ്ചരിക്കും. വ്യത്യസ്തരായിട്ടുള്ള ഹെട്രോജനസ് ആയിട്ടുള്ള ജനങ്ങൾ അതിൽ സഞ്ചരിക്കും. ഇവരോടൊക്കെ ഓട്ടോറിക്ഷക്കാർ സംസാരിക്കും. അവരെ മുഴുവൻ അഭിപ്രായം കേൾക്കുന്ന ആൾക്കാരാ. അങ്ങനെ അഭിപ്രായം കേട്ട് ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഇവരൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. 6 ദിവസം 2 ദിവസം ഓരോരുത്തർ കൊടുക്കുക, ഞായറാഴ്ച ദിവസം പിണറായി കൊടുക്കട്ടെ. അതിന്റെ കൊടുക്കാത്ത എന്ത്? അതെ, 102 സീറ്റിൽ 102 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ എക്കാലത്തെ വലിയ ഭൂരിപക്ഷമാണ്. അതെ, ചരിത്രം ഇതുവരെ അവർക്ക് 100 സീറ്റ് പോലും നയിക്കാൻ പറ്റിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഈ വണ്ടി ഓടിന് പോലും നിർത്തിവെച്ച് ഈ ഇലക്ഷൻ വേണ്ടിയിട്ട് പുറകെ നടന്നിട്ടുള്ള അങ്ങനെയുള്ളടത്ത് ഇവരൊക്കെ എന്നെ കാണിക്കുന്നത്. ഈ ഒരു സർക്കാർ അധികാരത്തിൽ കയറിയാലും ജനങ്ങളോട് സർക്കാർ ഒരു പ്രതീക്ഷയില്ല. ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു ഒരു പ്രതീക്ഷയില്ല. എന്തുകൊണ്ട് നോക്കൂ, നാട്ടുകാർ കൃത്യമായിട്ട് പറയുന്നു, ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു സ്നേഹം, ഒരു മമത, വോട്ട് ചെയ്തവരോടുള്ള ഒരു ബഹുമാനം, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അധികാരത്തിൽ കയറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൊച്ചുങ്ങളെ കാര്യം നോക്കിയിട്ടുണ്ടായിരിക്കും. അവർക്ക് ക്ലാസ്സുകൾ തുടങ്ങാറായി, അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓരോ സ്കൂളിലും പോയിട്ട് ആ സ്കൂളുകളുടെ ഫിറ്റ്നസ് അത് പരിശോധിക്കേണ്ട അവസ്ഥയുണ്ട്, അത് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് അതൊക്കെ പരിശോധിക്കണം. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്, സ്കൂൾ അവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന പരിപാടികൾ. ഇങ്ങനെ എന്തോരം പരിപാടി നമ്മുടെ കുട്ടികളുടെ കാര്യം മാത്രം നോക്കാനുണ്ട്. ഇനി അതൊന്നും വേണ്ട, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്. 3000 പ്രഖ്യാപിച്ച് 3000 കൊടുക്കണ്ട, 2000 പിണറായി വിജയൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇവർ ഒപ്പിടണ്ടേ? വേണ്ടേ? ആ ഫയലുകൾ നീങ്ങണ്ടേ?
പണം അവർക്ക് കൃത്യമായിട്ട് വിതരണം ചെയ്യണ്ടേ? പണം എല്ലായിടത്തേക്കും എത്തണ്ടേ? എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്നേ. ഇവരപ്പ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഇലക്ഷൻ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതേ തന്നെ കേൾക്കാം. സ്ത്രീകൾക്കൊക്കെ സൗജന്യം കൊടുത്തേച്ച് ഇവരെന്നാ ചെയ്യും? ഈ KSRTC ഇപ്പം മൊത്തം നഷ്ടത്തിലാണ്. ഈ സൗജന്യ യാത്ര കട്ടപ്പനയെന്ന് ഒരു പുള്ളിക്കാരത്തി രാവിലെ കോട്ടയത്തിന് വരിക, അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർക്ക് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് എവിടുന്ന കാശുണ്ടാക്കണത്? ഈ ജനങ്ങളെ കുത്തി പിഴിവലയാണ്. KSRTC കട്ടപ്പുറത്താവുന്നതാണ്. കട്ടപ്പുറത്താവുമെന്ന് ഞാൻ പറയല്ല, അതിപ്പോ മന്ത്രിസഭയുടെ തീരുമാനം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതാണ് നമ്മുടെ പൊതുജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക കഴിയുന്നില്ല. ഇനി നമ്മുടെ സണ്ണി ജോസഫിന് അസല് തെറികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പറയണ്ടേ, ഇറങ്ങി പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. നമ്മൾക്ക് എന്തായാലും അത്തരം വാക്കുകളൊന്നും പറയാൻ വയ്യ. സണ്ണി ജോസഫ് പറയാണ്, ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ 1 മാസം എടുത്തിട്ടുണ്ടെന്ന്, 50 ദിവസം എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് സണ്ണി ജോസഫ് പറയുന്നത്. ആയിക്കോട്ടെന്നേ, അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഡൽഹിയിൽ നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അത് തന്നെ കളവാണ് കേട്ടോ, അത് തന്നെ കളവാ. 8 ദിവസം 9 ദിവസം 10 ദിവസം എങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇത് നോക്കൂ, നമ്മൾ എത്ര ദിവസത്തിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. 9 ദിവസം എങ്ങനെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താമസം ഉണ്ടായത്. എന്താ അവിടെ അങ്ങനെ ഉണ്ടായിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ നടക്കണമെന്നാണോ? അയ്യയ്യേ, നാണക്കേട്. കേട്ടോക്കൂ സണ്ണി. കാര്യം എന്ന് പറഞ്ഞാൽ ദില്ലി മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ 50 ദിവസം എടുത്തു എന്ന് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ആവർത്തിച്ച് കള്ളം പറയുന്നത് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായി ഒരു മിനിമം ഉണ്ടല്ലോ. ഒരു സർക്കാർ അധികാരം കേൾക്കാമെന്ന് 50 ദിവസം അവകാശമൊന്നും ഒരു ഭരണഘടന ഇതിനും പറയുന്നില്ല. എത്രയും വേഗം ആ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ സത്യപ്രതിജ്ഞ ഇല്ലെങ്കിൽ അടുത്ത വഴി നോക്കണം ഗവർണർ. അപ്പോൾ ദില്ലി മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ നമ്മുടെയൊക്കെ അറിവിൽ 9 ദിവസമാണ് എടുത്തത്. രേഖാ ഗുപ്ത 10ാം ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു. കണ്ടില്ലേ, ഇതിനെങ്ങനെയാണ് 50 ആക്കി? ദില്ലി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി 50 ദിവസം ഒന്നും എടുത്തില്ല, വെറും 9 ദിവസം എടുത്ത്. പക്ഷെ അതിനെ 50 ആക്കി മാറ്റിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇത്തരം വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത്ഭുതം തോന്നിപ്പോകുന്നു. എന്താ പറയാ, ഞാനൊരു വലതുപക്ഷക്കാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. അപ്പൊ നിങ്ങൾ പറയാടാ, എന്റെ കാര്യം നോക്കി, നീ എന്റെ ഇടതുപക്ഷത്തിന്റെ കാര്യം നോക്കിയത്, ഈ പിണറായിയുടെ കാര്യം നോക്കിയോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഈ നാട്ടിലത്തെ പ്രജയായി പോയിന്നേ. പ്രജ എന്ന് പറയുന്ന വാക്കൊക്കെ തെറ്റാണ്. ഞാൻ ഈ നാട്ടിലത്തെ ഒരു നാട്ടുകാരനായി പോയിന്നേ. ഇവരൊക്കെ കയറി ഭരണം തുടങ്ങിയിട്ട് വേണം നമുക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാൻ, പല അപേക്ഷകളും മറ്റൊക്കെ നീക്കാൻ. എന്തോരം വർക്കുകൾ നമുക്കുണ്ടെന്നേ. ഇപ്പൊ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ പഞ്ചായത്തിലോ മറ്റോ ചെല്ലാൻ പറ്റുമോ? ഒരു സംഗതി പോലും നീങ്ങില്ല. കാരണം ഭരണമില്ല, ഭരണം നടക്കുന്നില്ല. ഇനി ഞാൻ പറയുന്നല്ല, ഇവരുടെ തന്നെ ഘടക കക്ഷി ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യന്റെ വാക്കുകൂടി നിങ്ങളൊന്ന് കേൾക്കണം, അല്ലെങ്കിൽ മോശമാണ്. ഇന്നലെ വരെ ഒരുമിച്ച് നീങ്ങിയതുകൊണ്ടും നാളെയും ഒരുമിച്ച് നീങ്ങണം എന്ന ആഗ്രഹം ഇപ്പോഴും ഉള്ളതുകൊണ്ടും നല്ല നാടൻ ഭാഷയിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല മാന്യമായ ഭാഷയിൽ പറഞ്ഞാല് കോൺഗ്രസിന് നല്ല തെറിയൊന്നും ഇദ്ദേഹം വിളിക്കുന്നില്ല എന്നർത്ഥം. മനസ്സിലല്ലേ? തെറിയൊന്നും ഇവർ വിളിക്കുന്നില്ല. തെറിയൊക്കെ വിളിക്കാൻ ഇദ്ദേഹം അടക്കമുള്ള എല്ലാവർക്കും തോന്നുന്നു. ലീഗൊക്കെ മടുത്തു. കൃത്യമായിട്ട് ഞാൻ അത് നോക്കരുത്. ലീഗുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കിത് മടുത്തു, നാണക്കെട്ട് തുടങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ആൾക്കാർ ചോദിക്കുന്നത് എന്തായി എന്നാണ്. എന്തായി, മുഖ്യമന്ത്രി എന്തായി എന്നാണ് ലീഗുകാരോട് പോലും ചോദിക്കുന്നത്. ഞാൻ ആ ഒരു വീഡിയോ അങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഐ എം സോ സോറി. ഇനിയിപ്പോൾ അത് തപ്പിയെടുത്ത് വരുമ്പോൾ വെറുതെ ചുമ്മാ സമയം ഇങ്ങനെ പോവില്ലേ. പോട്ട്, ഇനിയിപ്പോൾ അതുകൂടി കാണിച്ച് നിങ്ങളെല്ലാവരും കണ്ട ഒരു സംഗതി ആയിരിക്കും. എന്തായാലും നമുക്കിനി ഒരു ദിവസം കൂടി കാത്തിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. KCയോ VDയോ RCയോ ആരെങ്കിലും ആവട്ടെ, നമ്മുടെ ഭരണചക്രം തിരിയണം. ഇത് എന്താ പറയുക, കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ട്രോളാൻ വേണ്ടി ഇറക്കുന്ന വീഡിയോ ഒന്നുമല്ല. നമ്മുടെ ഭരണചക്രം തിരിയണം. ഇത്ര ദിവസമൊന്നും ഇതിങ്ങനെ വെക്കാൻ പാടില്ല. നമ്മുടെ ട്രഷറി മുടങ്ങും, നമ്മുടെ ശമ്പളം കിട്ടലൊക്കെ. ഇതൊരു റൊട്ടേഷനാണെന്നേ. ഇതൊരു റൊട്ടേഷനാണ് ഈ സാമ്പത്തിക സംഗതി എന്നൊക്കെ പറയുന്നത്. ഈ റൊട്ടേഷൻ നിൽക്കുകയാണെന്നേ, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ സമൂഹത്തിൽ.
ഇതിനെ പറ്റിയിട്ടൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അവരുടെ സീറ്റ് സേഫ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയും ചക്കരക്കൊടല്ലേ അതിലേക്ക് കൈയിട്ട് ആരാണ് കൈ നക്കാത്തതെന്ന്. അങ്ങനെ കൈ നക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് ഗവൺമെന്റ് തോൽപ്പിച്ച് കളഞ്ഞത്. അവർ ഗവൺമെന്റിനായിട്ട് ജനങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞത്. നമുക്ക് പലതും ഇതുപോലെ ഇനിയും കാണേണ്ടി വരും. ഇനിയും സേവ് ചെയ്ത് വെച്ചോളി. ബെറ്റ ബൈ.